ഒരു ചിരട്ട ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള കുറേ കാര്യങ്ങൾക്കൊരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നമുക്ക് പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം. അതേപോലെ തന്നെ കുറേ കാലം നമുക്ക് വെളുത്തുള്ളി കേടാവാതെ സൂക്ഷിക്കാനും ഈ ചിരട്ട കൊണ്ടുള്ള സൂത്രമുണ്ട് കേട്ടോ. ഈ സൂത്രങ്ങൾ മാത്രമല്ല, വേറെയും കുറേ ഉണ്ട്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ചിരട്ട വെച്ചിട്ട് തന്നെ നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാനും അതേപോലെ കുറേ മാസങ്ങളോളം നമുക്കിത് കേടാവാതിരിക്കാനുള്ള ഒരു സൂത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം ഞാനൊരു ചിരട്ടയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു കുക്കർ എടുത്ത് അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം കേട്ടോ. ഒരു 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റിനുള്ള അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചിരട്ട നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെക്കാം കേട്ടോ. നമുക്കൊന്ന് അടച്ചുകൂടി വെക്കാം. ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഏറ്റവും പഴയ കുക്കർ, സ്റ്റീൽ കുക്കർ എടുക്കണം എന്നില്ല കേട്ടോ. പഴയ നമ്മുടെ അലുമിനിയം കുക്കറില്ലേ, അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അത്ര കൂടുതലൊന്നും ആയിട്ടൊന്നുമില്ല, ഒരു 2-3 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇത് വെന്ത് പോവുമെന്നോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ. ഇതിനൊരു പ്രശ്നവും വരില്ല. ഇതിങ്ങനെ ചൂടാവുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് കാലം ഫ്രിഡ്ജിൽ വെച്ചാലും ഇത് തൊലി കളഞ്ഞതിന് ശേഷം ഒരുപാട് കാലം അത് ഫ്രിഡ്ജിലിരിക്കും കേട്ടോ. സാധാരണ നമ്മൾ ഫ്രിഡ്ജിനകത്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗസും അങ്ങനെ കാര്യങ്ങളൊക്കെ വരില്ലേ, ഇതിനതൊന്നും വരില്ല. കാരണം നമ്മൾ ഒന്നിങ്ങനെ ഇളം ചൂടാക്കിയിട്ടല്ലേ പിന്നീടല്ലേ നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊലി ഉരിഞ്ഞു പോരാനായിട്ടും വളരെ ഈസിയാണ് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കൈവച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ വേറെ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് തൊലിച്ചെടുക്കാനും സുഖമാണ്. ഇതാ കണ്ടോ, ഇപ്പം തന്നെ ഒന്ന് വേറെ ആയിട്ട് കിട്ടുമ്പോൾ തന്നെ അത് കണ്ടോ ഇങ്ങനെ തൊലിഞ്ഞ് തന്നെ വരുന്നുണ്ട്. എളുപ്പത്തിൽ നമുക്കത് കിട്ടുകയും ചെയ്യും കേട്ടോ. നമ്മളൊന്നിങ്ങനെ തൊടുന്ന സമയം മതി നമുക്കിതൊന്ന് തൊലിച്ച് കിട്ടാനായിട്ടും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതേപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ഇങ്ങനെ നമ്മൾ ചെയ്തു വെക്കുന്ന ഈ വെളുത്തുള്ളിയില്ലേ, നമുക്ക് ഒരുപാട് ദിവസം അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വെച്ചാലും മതി, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് കിട്ടും. ഇപ്പം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. കുറേ കാലം നമുക്കതിങ്ങനെ കേടാവാതെ തന്നെ നമുക്കത് കുറേ കാലം നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്ലാസിൻ്റെയൊക്കെ കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ അത് കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. ഫംഗസ് വരെ കാര്യങ്ങളോ ഒന്നുമില്ല അതിനകത്ത്. പെട്ടെന്ന് തന്നെ അത് കുറേ കാലം ഇരിക്കാനും അതേപോലെ നമുക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കാനും നല്ലതാണ്. ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാലും നിൽക്കും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി മാത്രമല്ല കേട്ടോ, വെളുത്തുള്ളി നമുക്ക് തൊലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതില്ലേ, നമ്മുടെ ഈ ഒരു അതിൻ്റെ തൊലിയില്ലേ, അത് ഇങ്ങനെ പരിപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും ഇങ്ങനെ കീടങ്ങൾ വരാതിരിക്കുകയും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപ്പ് കാര്യങ്ങളൊന്നും കീടങ്ങൾ വരാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ കൊതുകൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതൊന്ന് ഇതിൻ്റെ തൊലിയെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ ഒരു ചിരട്ടയിൽ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടി അതിൻ്റെ മുകളിലിട്ടിട്ട് നമ്മൾ ഇതൊന്ന് ഇങ്ങനെ ഒരു ചിരട്ട കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടെങ്കിലും നമ്മളൊന്ന് പുകച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് പുകച്ച് വെച്ചാൽ ഇങ്ങനെ പുകച്ചിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇതിൽ 2 കർപ്പൂരം ഇടാം കേട്ടോ. കർപ്പൂരത്തിൻ്റെ ഗുണം അറിയാലോ, ഫുൾ പോസിറ്റീവ് എനർജി നിറയ്ക്കാനും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കൊതുകൊന്നും വരില്ല. വൈകിട്ട് ഈവനിങ് ടൈമിൽ നമ്മൾ ഡോറിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ, ജനലിൻ്റെയൊക്കെ സൈഡിൽ. അപ്പോൾ നമുക്ക് 2-3 ഗുണങ്ങളാണ്. ചിരട്ട കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ഗാർലിക്കിൻ്റെ തൊലി കൊണ്ടും ഒക്കെ കേട്ടോ. അതേപോലെ തന്നെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മുരിങ്ങയില, ചീര മുരിങ്ങ അല്ലെങ്കിൽ കറിവേപ്പില, ചീര അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് നുള്ളിയെടുക്കാനായിട്ട്, ഇതിൻ്റെ ലീഫ് വേറെ ആക്കാനായിട്ട് നമുക്കൊരു വഴിയുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ചിരട്ട എടുക്കുക, ആ ചിരട്ടയുടെ ചെറിയൊരു ഹോളാക്കുക കേട്ടോ. ഇപ്പം ഇത് ഹോൾസ് ചെയ്യാനായിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പപ്പടക്കോല് എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വല്ല ചോപ്സ്റ്റിക്സോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. വലിയ ഹോളാക്കണ്ട, വലിയ ഹോളാക്കി കഴിഞ്ഞാൽ ഇത് നേരെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു ഹോളാക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കാര്യം ഇട്ട് കൊടുത്താൽ മതി, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അപ്പോൾ ചീരമുരിങ്ങ അല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ നമുക്കിതാ ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് എടുത്ത് കിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഹോൾസ് വലിയത്
ഇടാൻ പാടില്ല കേട്ടോ. ചെറിയ ഹോൾസ് ആയിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കിട്ടില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. നമ്മളിതാ ജസ്റ്റ് ഇതാ ഇങ്ങനെ വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പൈപ്പിന് താഴെ ഇങ്ങനെ കാണിക്കുവാണെങ്കിലും അതെ, ഇതിൽ നിന്ന് താഴെ പോവില്ല. അപ്പോൾ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതേപോലെ മുരിങ്ങയിലയാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കണു. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.